മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 5 വേഴ്സ് 7, കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്. ഒരിക്കൽ കുറെ കുട്ടികൾ പുഴവക്കത്ത് കളിക്കുകയായിരുന്നു. അവർക്ക് അസാധാരണ വലിപ്പമുള്ള ഒരു മുട്ട കിട്ടി. അവരത് രാജസന്നിധിയിൽ എത്തിച്ചു. രാജാവ് രാജ്യത്തുള്ള സകല പണ്ഡിതരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അതെന്തു വസ്തുവാണെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഒടുവിൽ വടക്കു നിന്നെങ്ങോ ഒരു വൃത്ത കർഷകൻ വന്നു. അയാൾ മുട്ട നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു ധാന്യമണിയാണ് പ്രഭു. എന്റെ അച്ഛൻ ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരും. രാജാവ് ഉടനെ തന്നെ കർഷകന്റെ അപ്പനെ വരുത്തി. അയാൾ വൃദ്ധനായിരുന്നെങ്കിലും പ്രസരിപ്പുള്ളവനായിരുന്നു. ഇതൊരു നെന്മണിയാണ് പ്രഭു, ഇതേക്കുറിച്ച് എന്റെ അപ്പൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ വ്യക്തമായി അദ്ദേഹങ്ങൾക്ക് അറിയാൻ കഴിയും. ഇതെല്ലാം രാജാവിന് വളരെ അതിശയകരമായാണ് തോന്നിയത്. കർഷകന്റെ അപ്പൂപ്പനെ അപ്പോൾ തന്നെ രാജസന്നിധിയിലേക്ക് വരുത്തി. ചെറുമകനേക്കാളും ഉന്മേഷഭരിതനായിരുന്നു അയാൾ. നന്നായി ചെവി കേൾക്കുകയും കണ്ണിന് നല്ല കാഴ്ചയും ഉണ്ടായിരുന്നു. അയാൾ നെന്മണി കയ്യിലിട്ട് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, പ്രഭു, എന്റെ കാലത്ത് ഇത്തരത്തിലുള്ള നെന്മണിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അന്ന് നിലമാരുടെയും സ്വന്തമായിരുന്നില്ല, അത് ദൈവത്തിന്റേതായിരുന്നു. ആരെങ്കിലും ആ പാടത്ത് അധ്വാനിച്ച് കൃഷി ചെയ്താൽ കൃഷിഫലം അയാളുടെ സ്വന്തമായിരിക്കും. നെന്മണി ചെറുതായി പോയതിന്റെ രഹസ്യം ഇന്നത്തെ കർഷകർ ധനലാഭത്തിനു വേണ്ടി ഭൂമിയെ കഠിനമായി ഉപദ്രവിച്ചത് മൂലമാണ്. ഈ തലമുറയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ നെന്മണി ഉത്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അത് സാധിക്കണമെങ്കിൽ മനുഷ്യൻ ദുർമോഹവും സ്വാർത്ഥതയും വെടിഞ്ഞ് നിർമ്മല മനസ്കരായി ജീവിക്കണം. അയാൾ പറഞ്ഞു നിർത്തി. അതേ, വിവേകാനന്ദൻ പറയുന്നുണ്ട്, നമ്മുടെ കർമ്മം നന്നായി ചെയ്താൽ നമ്മുടെ യോഗ്യത വർദ്ധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന യോഗ്യതയിലേക്ക് കൂടുതൽ ഉത്കൃഷ്ടമായ ധർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമുക്ക് പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ, കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.